നമസ്കാരം. എറണാകുളം ചേന്ദമംഗലത്ത് നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുവീട്ടിൽ പൊതുദർശനത്തിന് എത്തിച്ച ശേഷമാണ് സംസ്കരിച്ചത്. നിരവധി നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഓച്ചന്തുരുത്ത് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെളുത്ത തുണി പുതച്ച് കിടക്കുന്ന തങ്ങളുടെ അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തു പറ്റിയെന്ന് തിരിച്ചറിയാനുള്ള പ്രായം വിനീഷയുടെയും ജിതിൻ്റെയും ആ കുഞ്ഞു മക്കൾക്കുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെയുള്ള ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആരെയും വേദനിപ്പിക്കുന്നതുമായിരുന്നു. സംഭവിച്ച നഷ്ടത്തിന്റെ ആഴം മൂത്ത കുഞ്ഞിന് അല്പമെങ്കിലും ബോധ്യപ്പെട്ടു കാണും. പക്ഷേ ബന്ധുവിന്റെ ഒക്കത്തിരുന്ന ഇളയ കുഞ്ഞിന് ഒന്നും വ്യക്തമായിട്ടില്ല. കണ്ടു നിന്നവർക്കും ഇടയ്ക്ക് കരയുന്ന അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നീറുകയായിരുന്നു. അയൽക്കാരന്റെ ദേഷ്യത്തിനും വാശിക്കും ഇരയായത് ഒരു കുടുംബം ഒന്നാകെയാണ്. അച്ഛനും അമ്മയും മകളും കൊല്ലപ്പെട്ടു. കുഞ്ഞുമക്കളെ എന്തുകൊണ്ടോ അയാൾ വെറുതെ വിട്ടു. മക്കളുടെ അച്ഛൻ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ജിതിനെയും അപകടനില തരണം ചെയ്തിട്ടില്ല. ജിതിന്റെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ധനസമാഹരണത്തിന് പഞ്ചായത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് വടക്കൻ പറവൂരിനടുത്ത് ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി അയൽവാസി അടിച്ചു കൊലപ്പെടുത്തിയത്. പ്രതി ഋതു ജയന് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രകോപനമായത് കളിയാക്കലാണെന്നായിരുന്നു ഋതു മൊഴി നൽകിയത്. തന്നെയും തന്റെ വീട്ടുകാരെയും വേണുവും കുടുംബം കളിയാക്കിയെന്നാണ് ഋതു ആരോപിക്കുന്നത്. അയൽവാസികളുടെ കളിയാക്കൽ തനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് അതിക്രമത്തിന് മുതിർന്നതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. ഋതു ഇപ്പോൾ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൊലപാതകം നടത്തിയ സമയത്ത് ഋതു ലഹരിയിലായിരുന്നില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. വ്യാഴാഴ്ച രാത്രി തന്നെ ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. കൊലപാതക ശേഷം ബൈക്കിൽ കൂസലില്ലാതെ യാത്ര ചെയ്ത ഋതുവിനെ കൂട്ടുകാട് വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. ബൈക്കിൽ നിർത്തി ഇറങ്ങി വന്ന ഋതു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. എന്നാൽ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തപാടുകളൊന്നും ഇല്ലായിരുന്നു. തുടർന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഋതു ശാന്ത സ്വഭാവക്കാരനായിട്ടായിരുന്നു കാണപ്പെട്ടത്. ചോദിക്കുന്നതിന് മാത്രം ഇയാൾ ഉത്തരം നൽകി. തങ്ങളെ ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഋതു ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയത് 2 ദിവസം മുമ്പാണ്. വ്യാഴാഴ്ച വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് ഋതുവിന്റെ കമ്പിവടിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതെന്നും ആരോപണമുണ്ട്. അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടാക്കിയിരുന്ന ഋതു സംഭവ ദിവസവും തർക്കത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുമ്പ് 3 കേസുകളുണ്ട്. 2 തവണ റിമാൻഡിലായിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഋതു വീട്ടിലെത്തിയത്. സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ 4 അംഗ കുടുംബത്തെ ആക്രമിച്ചത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു 4 പേരെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്കടിമയായിരുന്നുവെന്നും നാട്ടുകാരും പോലീസും പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഋതു വീട്ടിലെത്തിയത്. നേരത്തെ സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണയായെന്ന മൊഴി ഋതു പോലീസിന് നൽകിയിരുന്നു. എന്നാൽ ഇതല്ല എന്ന് പിന്നീട് വ്യക്തമായി.